നമസ്കാരം. ഏവർക്കും ഇന്നത്തെ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്നലെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 6 വർഷത്തെ ഏറ്റവും കുറഞ്ഞ ഇൻഫ്ലേഷൻ റേറ്റ് ആണ് ഇന്നലെ പ്രസിദ്ധീകരിച്ചത്. 3.16% ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇത് 3-ാം മാസമാണ് തുടർച്ചയായി ഇന്ത്യയിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ റേറ്റ് കുറവുകൾ രേഖപ്പെടുത്തുന്നത്. ഇന്നലത്തെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ 1%-ലേറെ ഇടിവ് ക്ലോസിംഗ് ബേസിസിൽ എല്ലാ ഇൻഡെക്സിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നലെ ഡിഫൻസ് സ്റ്റോക്കുകൾ 11% ഏറെയും മെറ്റൽ സ്റ്റോക്കുകൾ 8%-അടുത്തും ഉയർച്ച രേഖപ്പെടുത്തുക ഉണ്ടായി. മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന പ്രയോഗമാണ് ഇന്നലെ ഡിഫൻസ് സ്റ്റോക്കുകൾ പറക്കുവാൻ കാരണം. മെറ്റൽ സ്റ്റോക്കുകൾ ഉയർച്ച രേഖപ്പെടുത്തുവാൻ കാരണം ഇന്നലെ നടന്ന US ചൈന താരിഫ് സംബന്ധമായ പ്രശ്നങ്ങളുടെ മാറ്റങ്ങളെ തുടർന്നാണ്. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 476.86 കോടി രൂപയുടെ സെൽ നടത്തിയപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4273.80 കോടി രൂപയുടെ ബൈ നടത്തി. ഇന്നലെ പ്രധാനമായും നമ്മുടെ മാർക്കറ്റിൽ ഇടിവുണ്ടാകുവാൻ കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ്. കാരണം നിഫ്റ്റി ഒരു വർഷം കൊണ്ട് നടത്തേണ്ട റാലി ഒരു മാസം കൊണ്ട് നിഫ്റ്റി ഇപ്പോൾ നടത്തിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് റീറ്റെയിലേഴ്സിന്റെ ഭാഗത്തു നിന്ന് വന്നു. കാരണം ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫയർ വന്നെങ്കിലും ആകെ 1246.48 കോടി രൂപയുടെ ബൈയിങ് ആണ് 12-ാം തീയതി FIIs നമ്മുടെ മാർക്കറ്റിൽ നടത്തിയത്. ഇത് റീറ്റെയിലേഴ്സിനെ പാനിക്കാക്കാൻ സാധ്യതയുണ്ട്. തൽഫലമായി തന്നെ ഇന്നലെ റീറ്റെയിലേഴ്സ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ലാഭത്തിലുണ്ടായിരുന്നവ എല്ലാം തന്നെ വിറ്റൊഴിഞ്ഞ ലക്ഷണമാണ് ഇന്നലത്തെ ഇടിവിൽ നിന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇന്നലെ US മാർക്കറ്റുകൾ S&P 500, നാസ്ഡാക്ക് ഒക്കെ പോസിറ്റീവിലാണ് ക്ലോസ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ നിഫ്റ്റി നൽകുന്ന സൂചന പ്രകാരം നമ്മുടെ മാർക്കറ്റ് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് ഇന്ന് ഓപ്പൺ ആകാൻ സാധ്യതകളേറെയാണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് വാർത്തകളിലേക്ക് കടക്കാം. ഭാരതി എയർടെൽ കമ്പനിയുടെ ലാഭം 432% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. 11,022 കോടി രൂപയായി വർദ്ധിച്ചു. 16 രൂപ പെർ ഷെയർ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിക്കുകയുണ്ടായി. ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ MD ആൻമോൾ ജഗ്ഗി, ഡയറക്ടർ പുനീത് ജഗ്ഗി ഇന്നലെ റിസൈൻ ചെയ്തതിനെ തുടർന്ന് കമ്പനിയുടെ ഷെയർ 5%-ലേറെ വർധനവ് ഇന്നലെ രേഖപ്പെടുത്തുകയുണ്ടായി. IIFL ഫൈനാൻസ് HSBC എന്ന റേറ്റിംഗ് സ്ഥാപനം കമ്പനിയുടെ സ്റ്റോക്കിന് ബൈ റേറ്റിംഗ് നൽകുകയുണ്ടായി. 42% വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. തൽഫലമായി തന്നെ ഇന്നലെ സ്റ്റോക്ക് 5%-ന്റെ റാലി രേഖപ്പെടുത്തുകയുണ്ടായി. യെസ് ബാങ്ക് കമ്പനിയുടെ ബോർഡ് നേതൃത്വം നൽകിക്കൊണ്ട് പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ തിരഞ്ഞെടുക്കാൻ പോകുന്നുവെന്ന വാർത്തകളായി പുറത്തു വരുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 51%-ന്റെ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. 6 രൂപ പെർ ഷെയർ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. ജൂബിലന്റ് ഇൻഗ്രീവിയ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 2 മടങ്ങ് വർദ്ധിച്ചുകൊണ്ട് 74 കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്തുകയുണ്ടായി. ജിൻദാൽ സ്റ്റെയിൻലെസ് മോട്ടിലാൽ ഒസ്വാൽ കമ്പനിക്ക് ബൈ റേറ്റിംഗ് നൽകുകയുണ്ടായി. 24%-ന്റെ അപ്സൈഡ് ആണ് നോക്കിക്കാണുന്നത്. ഭാരതി ഹെക്സാകോം കമ്പനിയുടെ ലാഭം 110%-ന്റെ വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 468 കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്തുകയുണ്ടായി. കമ്പനിയുടെ റവന്യൂ 22%-മായി വളർച്ച രേഖപ്പെടുത്തി. 10 രൂപ പെർ ഷെയർ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. ഗെയിൽ
കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 1% വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 2506 കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്തുകയുണ്ടായി. കമ്പനിയുടെ ബോർഡ് ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. സിപ്ല കമ്പനിയുടെ ലാഭം 30% വർധനവ് രേഖപ്പെടുത്തി. 16 രൂപ പെർ ഷെയറിന്റെ ഡിവിഡൻഡും പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ റിസൾട്ടുകൾ പറഞ്ഞതൊക്കെ Q4 റിസൾട്ടിനാണ്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ന്യൂസ് ഷെയർ ചെയ്തു എന്ന് മാത്രം. വാർത്ത കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നല്ലൊരു ട്രേഡിംഗ് ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.